പ്രായപൂർത്തിയോ ഒന്നും ഇക്കാര്യത്തിൽ നോക്കാറില്ല. പെത്തഡീൻ, മോർഫിൻ തുടങ്ങിയ മരുന്നുകളും ഉപയോഗത്തിലുണ്ട്. പെയിൻ കില്ലറായി ഉപയോഗിക്കുന്ന ചില ഗുളികകളും ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നുഴഞ്ഞു കയറുന്ന മയക്കുമരുന്നിൻ്റെ പ്രധാന ഇടത്താവളം രാജസ്ഥാനാണ്. ഇവിടെ നിന്ന് മാർബിൾ വണ്ടികളിലാണ് അടുത്ത ലൊക്കേഷനുകളിലേക്കുള്ള യാത്ര. ഇപ്പോൾ നമ്മുടെ നഗര സൗകര്യങ്ങളൊക്കെ പുരോഗമിച്ചതോടുകൂടെ മാർബിൾ വണ്ടിയോടുള്ള ബന്ധവും ഒക്കെ ആയിട്ട് ഒന്നുകൂടി വിപണി തുറന്നു എന്നാണ് പറയുന്നത്. ലഹരിയിൽ എത്തുന്ന വഴികൾ കണ്ടെത്തുക പ്രയാസകരമാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഇടവഴികളിലൂടെയും ചിലപ്പോൾ നേർവഴികളിലൂടെയും ലഹരിയുടെ പ്രയാണം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇത് പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ആ രണ്ട് രാജ്യങ്ങളും ഇന്ന് മയക്കുമരുന്നിൻ്റെ ഏറ്റവും വലിയ കയറ്റിയയക്കുന്ന അതിൻ്റെ വിപണിയാണ് എന്നത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ നുഴഞ്ഞു കയറുന്ന മയക്കുമരുന്നിൻ്റെ ഇടത്താവളം രാജസ്ഥാനാണ്. ഇവിടെ നിന്ന് മാർബിൾ വണ്ടികളിലാണ് അടുത്ത ലൊക്കേഷനുകളിലേക്കുള്ള യാത്ര. കാരണങ്ങൾ പലതാണ്. ആയിരക്കണക്കിന് ലോറികളാണ് രാജസ്ഥാനിലെ മാർബിൾ ക്വാറികളിൽ നിന്ന് രാജ്യത്തിന് തലങ്ങും വിലങ്ങും പായുന്നത്. ഇവയെല്ലാം പരിശോധിക്കപ്പെടാനുള്ള സാധ്യതകൾ തീരെ കുറവ്. ഞാൻ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല, ഗുളിക രൂപത്തിൽ ഹെയറോയിൻ വിഴുങ്ങി കോടികളുടെ ഹെയറോയിൻ വാഹകരായി വെറുതെ വിദേശയാത്ര നടത്തുന്നവരാണ് മറ്റൊരു ലഹരി വാഹകർ. ദേഹപരിശോധനയിലും ബാഗ് പരിശോധനയിലും മയക്കുമരുന്ന് കാണാനാവില്ല. ക്യാപ്സൂൾ രൂപത്തിലുള്ള 100 പാക്കറ്റ് വരെ വയറിനുള്ളിൽ സൂക്ഷിക്കുന്നവരുണ്ട്. വയറിളക്കി വെളിയിലെടുക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം വേണം എന്ന് ഞാൻ വിശദീകരിക്കണില്ല. അതാണ്ട് കയറുന്നെ പിന്നെ കക്കൂസിൽ കയറുക, പിന്നെ സുന്നാമക്കി കുടിക്കുക. നോക്കി ബില്ലൻ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന കഥയാ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന കഥയാ. ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് മോമിനിയങ്ങളെ ഈ നിലവാരത്തിൽ നോക്കി നിന്നാൽ നമ്മുടെ സംസ്കാരം മുഴുവനും തകർന്നു പോയും. കള്ളു മാത്രമല്ല, മുഹമ്മദ് നബി ഇന്നൽ ഖംറ യദ്ഖുലു ഫീഹാ കുല്ലു മുസ്കിരിൻ, എല്ലാ ഖംർ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. മാഇഅൻകാന ദ്രവരൂപത്തിലാണെങ്കിലും ഔ ജാമിദൻ ഖരരൂപത്തിലാണെങ്കിലും അസീറൻകാന അതൊരു അസീർ ചാറാണെങ്കിലും ഔ മത്ബൂഖൻ വേവിച്ചതാണെങ്കിലും ഫയദ്ഖുലു ഫീഹി ലുഖ്മത്തുൽ ഫിസ്ഖി വൽ ഫുജൂർ യഅനി അൽ ഹശീഷ കഞ്ചാവ് ലിഅന്ന ഹാദാ കുല്ലഹു ഖംറുൻ. സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം പറയുന്നു ഇതൊക്കെ കള്ള് തന്നെയാണ്. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. കുല്ലു മുസ്കിരിൻ ഖംറും, മത്ത് പിടിപ്പിക്കുന്ന എല്ലാ കാര്യവും ഖംറാണ്. വകുല്ലു ഖംറിൻ ഹറാം. സുബുൽ സലാം രേഖപ്പെടുത്തുന്നു യഹറമു കുല്ലു മാ ഉസ്കിറ മിൻ അയി ഷൈഇൻ വഇല്ലം യകുൻ മശ്റൂബൻ കൽ ഹശീഷ. കഞ്ചാവ് ഹറാമാണ്. മൻ ഖാല ഇന്നഹാ ലാ തുസ്കിറു വഇന്നഹാ തുഖദ്ദിറു, ഇത് മനുഷ്യനെ തളർത്തുന്ന സാധനമാണ്. വഇന്നമാ യഹദുസു മാ യഹദുസുൽ ഖംറു, കള്ളുണ്ടാക്കുന്ന കാര്യമൊക്കെ അതുമുണ്ടാക്കും. സുബുൽ സലാം രേഖപ്പെടുത്തുന്നു. ഇബ്നു തൈമിയ്യ തൻ്റെ മജ്മുഅത്ത് ഫതാവ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്നു വഹക്കൽ ഇറാഖി അൽ ഇജ്മാ അലാ തഹരീമിൽ ഹശീഷ, കഞ്ചാവ് ഹറാമാണെന്ന് ലോക ചരിത്രത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഏകോപനാഭിപ്രായമാണ്. വഇന്നമസ്തൻ അല്ലഹാ ഫഖദ് കഫറ, കഞ്ചാവ് ഹലാലാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ കാഫിറാകും. ഇന്നൽ ഹശീഷത, കഞ്ചാവ് അവ്വലു മാ ലഹറത് ഫി ആഖിരിൽ മിഅത്തി സായിസത്തി മിനൽ ഹിജ്റ, ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് മുസ്ലിം ലോകത്ത് വ്യാപിക്കാൻ തുടങ്ങിയത്. ഹീന ലഹറത്ത് ദൗലത്തു തത്താരി, താർത്താരികൾ അധികാരമേറ്റെടുത്തപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ താർത്താരികൾ വഴിയാണ് ഇത് വന്നത്. ഇത് സാന്ദർഭികമായി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കഞ്ചാവ് മാത്രമല്ല, വുഡ്ക ഇനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കറിയാമല്ലോ. വുഡ്ക ഇനത്തിലെ ഉൽപ്പന്നങ്ങൾ, അതായത് പാൻ പരാഗ്, ഇങ്ങോട്ട് പറഞ്ഞോളൂ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. ഒന്ന് പാൻ പരാഗ്, പിന്നെ പാൻ മസാല ഉൽപ്പന്നങ്ങൾ, പാൻ പരാഗ്, കൈനി, മധു, ഇങ്ങനെയൊക്കെ കുറേ സാധനമുണ്ട്. ഒക്കെ പേരങ്ങനെയാണ്. മധു എന്നൊരു സാധനത്തിൻ്റെ പേരാ. ഹാൻസ്. എന്നോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ വേലക്കാരനെ പണിക്ക് നിൽക്കുന്ന ഒരുത്തൻ എന്നോട് ഒരു ഹാൻസ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വേറെ ഏതോ ഒരു പാൻ പരാക്ക് ഒരു പാസ് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു. ഞങ്ങളോട് ഹാൻസ് കൊണ്ടുവരാനല്ലേ പറഞ്ഞത് പറഞ്ഞു. എന്തേ? അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത്. എന്തേ? കുറച്ചങ്ങോട്ട് കയറിയാൽ നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ ഭക്ഷണമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഹോട്ടലുകളിൽ വളരെ ചിന്തിക്കണം. ഇത് മുഴുവനും ഹറാമാണ്. പാസ് ഹറാമാണ്. ഈ ഹാൻസ് ഹറാമാണ്. നേരത്തെ പറഞ്ഞല്ലോ,
മാ അസ്കറൽ ഫറഖു ഫമിൽഉൽ കഫി മിൻഹു ഹറാം. ഒരു കാര്യം കൂടുതൽ ഹറാമാണെങ്കിൽ അല്പം പോലും ഹറാമാണ്. അതൊക്കെ മയക്കുമരുന്നിൻ്റെ വസ്തുക്കൾ തന്നെയാണ്. നമ്മുടെ പെട്ടിക്കടകളിൽ മുഴുവനും അത് തൂങ്ങിക്കിടക്കുകയാണ്. 370 കിൻഡൽ പാൻ പരാക്കാണ് കേരളത്തിൽ പ്രതിവർഷം ചെലവാകുന്നത്. പാൻ മസാല മാത്രം, പാൻ മസാല, മറ്റുള്ള വേറെയുണ്ട്. പാൻ മസാല ഉൽപ്പന്നങ്ങൾ മാത്രം 370 കിൻഡലാണ് കേരളത്തിൽ. അതിപ്പോൾ എത്രയേ ഉള്ളൂ 370 കിൻഡൽ പാൻ മസാല ഉൽപ്പന്നങ്ങൾ മാത്രം. ബാക്കിയുള്ള എത്രയാ? പാൻ മസാല ഉൽപ്പന്നങ്ങൾ മാത്രം. ഇത് തിന്നിട്ടില്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാത്തത് പോലെ തോന്നുന്ന ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, ഇവിടെ വലിയ വിഷയം എന്നറിയോ, തിന്നുന്നവൻ ഏതാണ് തിന്നനാ. പക്ഷേ ഇതിന് സഹായിക്കുന്ന ആളുകൾ കച്ചവടക്കാരാണ്. നാട്ടിലെ പല ഉമറാക്കളുടെ പീടികയിൽ വരെ ഈ ഹാൻസ് അടക്കമുള്ള പാൻ പരാക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. അതിനേക്കാൾ നല്ലത് കള്ളുവെക്കല്ലേ? എല്ലാം കണക്കല്ലേ? എല്ലാം കണക്കല്ലേ മനുഷ്യന്മാരെ? ഫമിൽഉൽ കഫി മിൻഹു ഹറാം. ഈ പാൻ പരാക്ക് നിങ്ങൾ സമസ്തയിൽ എഴുതിച്ചോളൂ, അല്ലെങ്കിൽ എഴുതി ചോദിച്ചോളൂ, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിത സഭയുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇത്തരമുള്ള ഈ പാൻ പരാക്ക് പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഹറാം ഹലാലാണെന്നൊരു ഫത്വ വാങ്ങൂ നിങ്ങൾ. എല്ലാവർക്കും ഇതിൽ ഏകോപിച്ച അഭിപ്രായമാണ്. ഇതിൽ തർക്കമില്ല, ഇതിൽ അഭിപ്രായക്കേടില്ല. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് മടങ്ങി വരുമ്പോൾ 2 റുപ്യ 5 റുപ്യ ബാക്കി കൊടുക്കാനില്ലെങ്കിൽ നല്ല ആചാര്യക്കാക്ക, നിസ്കാരത്താകുമ്പോഴുള്ള ആചാര്യക്കാക്ക എടുത്തു കൊടുക്കുകയാണ് ഈ പാൻ പരാക്കിൻ്റെ ബാക്ക്. എന്തില്ലേ? എന്താ നിങ്ങൾ നോക്കിയിരിക്കണില്ലേ? നിങ്ങൾ ചിന്തിക്കണം ചെറുപ്പക്കാരെ. എല്ലാ വീടുകളിലും പെട്ടിക്കടകളിൽ മുഴുവനും ഹാൻസും പാൻ പരാക്കിൻ്റെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ, കൈനയും മധുവും എല്ലാം തൂങ്ങിക്കിടക്കുക. എല്ലാം നമ്മുടെ നിസ്കരിക്കുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാ പോകുന്നവൻ. ചില ആളുകൾ പറയുന്നത് അത് വെച്ചാലേ കച്ചവടമുള്ളൂ എന്നാ. എന്നാ ഈ കച്ചവടം ചെയ്യണ്ട, ആരാ കച്ചവടം ചെയ്യാൻ പറഞ്ഞത്? ആരാ ഈ കച്ചവടം ചെയ്യാൻ കൽപ്പിച്ചത്? കച്ചവടം ഒരു ഹറാമു വിറ്റാലേ, കള്ള് വിറ്റാലേ ബാക്കിയുള്ള മസാല പോവുള്ളെങ്കിൽ ചെയ്യൂ. കള്ളു തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ ഈ കേരളത്തിലല്ല, ലോകത്തിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഫത്വ വാങ്ങൂ. ഇത്തിഫാക്കായി ഏകോപിച്ച അഭിപ്രായമാണ്. നമ്മൾ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഹറാമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമൽ ഖംറ വസമനഹാ. കള്ളു അല്ലാഹു തആല ഹറാമാക്കി, അതിൻ്റെ വിലയും ഹറാമാക്കിയിട്ടുണ്ട്. എല്ലാം ഹറാമാക്കിയിരിക്കുന്നു. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദീഖുൻ. റസൂലുള്ളാഹിക്ക് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, സഖീഫ് ഗോത്രക്കാരനായ. ഫലഖയഹു യൗമൽ ഫത്ഹി. മക്ക ഫത്ഹിന്റെ ദിവസം ആ ആള് റസൂലുള്ളാഹിനെ കണ്ടുമുട്ടി. ബിറാവിയത്തി ഖംറിൻ യുഹ്ദീഹാ ഇലൈഹി. ഒരു തോൽപാത്രത്തിൽ കള്ള് റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് ഹദിയ കൊടുത്തു ഒരാൾ. മക്ക ഫത്ഹിന്റെ ദിവസം. നല്ല രസമുള്ള ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഇത് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്ക ഫത്ഹിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആള്, ഈ ദൗസ് കബീലക്കാരനായ, സഖീഫ് കബീലക്കാരനായ ഇദ്ദേഹം ഒരു തോൽപാത്രത്തിൽ കള്ള് ഹദിയ കൊടുത്തു. ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, അമാ അലിംത അന്നല്ലാഹ ഹറമഹ, അല്ലാഹു ഹറാമാക്കിയെന്ന് എനിക്ക് അറിയൂലേ? വേണ്ടാന്ന് പറഞ്ഞു. ഫഅഖബല അർറജുലു അലാ ഗുലാമിഹി. ഇയാൾ വേഗം തൻ്റെ കുട്ടിയോട് പറഞ്ഞു, ഇദ്ഹബ് ഫബിഅഹാ, എന്നാ പോയി അത് വിറ്റോന്ന് പറഞ്ഞു. ഏതായാലും റസൂലുള്ളാഹിക്ക് വേണ്ടെങ്കിൽ, റസൂലുള്ളാഹിക്ക് കള്ള് ഹദിയ കൊടുക്കാൻ വേണ്ടി വന്നതാ. ഒരു നല്ല കള്ളിൻ്റെ ഒരു ബീപ്പ റസൂലുള്ളാഹിക്ക് ഹദിയ കൊടുത്തു. എനിക്ക് വേണ്ടത് ഹറാമാക്കിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ മകനോട് പറഞ്ഞു, എന്നാ റസൂലുള്ളാഹിക്ക് വേണ്ടെങ്കിൽ കൊണ്ടുപോയി വിറ്റോ, ഫബിഅഹാ, കൊണ്ടുപോയി വിൽക്കുക എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി. ഇത് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ബിമാദാ അമർതു, എന്തിനാ നീ കൽപ്പിച്ചത് എന്ന് ചോദിച്ചു. ഫഖാല അമർതഹു അൻ യബിഅഹാ, വിൽക്കാനാ ഞാൻ കൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലദീ ഹറമ ശുർബഹാ ഹറമ ബൈഅഹാ. വിൽപ്പന, കുടിക്കൽ ഹറാമാണ്, കഴിക്കൽ ഹറാമാണെങ്കിൽ വിൽപ്പനയും ഹറാമ് തന്നെയാണ്. ഫഅമറ ബിഹാ, അങ്ങനെ കൽപ്പിക്കുകയും ഫഉഗ്രിഖത് ഫിൽ ബത്ഹാഇ, ആ ചരക്കല്ലുകളിൽ അത് ഒഴിച്ചു കളയാൻ റസൂലുള്ളാഹി കൽപ്പന കൊടുക്കുകയും ചെയ്തു. സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ